സ്വീഡനിൽ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കറിയാമോ? ഡോക്ടേഴ്സിനെ കാണാൻ പറ്റുമോ? അപ്പോയിൻമെൻറ്റ്സ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത്? സ്കാൻസ് എപ്പോഴൊക്കെയാണ് എന്നുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് വരും. അപ്പം എൻ്റെ സ്വീഡനിലെ പ്രഗ്നൻസി ജേർണിയിൽ കൂടെ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ ആൻസർ പറഞ്ഞുതരാം. എനിക്ക് പീരീഡ് മിസ്സായപ്പോഴാണ് ഞാൻ ഇവിടെ ഫാർമസി പോയി ഒരു പ്രഗ്നൻസി ടെസ്റ്റ് മേടിച്ച് ടെസ്റ്റ് ചെയ്തത്. അങ്ങനെ വീട്ടിൽ വെച്ച് ടെസ്റ്റ് ചെയ്തപ്പം പോസിറ്റീവ് ആണെന്ന് കണ്ടു. അതിനോടൊപ്പം ഒരു ചോദ്യവും കൂടെ വന്നു, ഇനി എന്ത് ചെയ്യണം? നാട്ടിലെ പ്രഗ്നൻസി കെയറും സ്വീഡനിലെ പ്രഗ്നൻസി കെയറും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. മാത്രമല്ല, നമ്മളിവിടെ അപ്പോയിൻമെൻറ്റ്സ് ബുക്ക് ചെയ്യുമ്പം നമ്മളൊരു മിഡ് വൈഫുമായിട്ടാണ് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്നത്, അല്ലാതെ ഒരു ഗൈനക്കോളജിസ്റ്റുമായിട്ടല്ല. നമ്മൾ സ്വീഡനിൽ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞാൽ ആദ്യം ചെയ്യാനുള്ള കാര്യം നമ്മുടെ അടുത്തുള്ള മിഡ് വൈഫ് ക്ലിനിക്കിലോട്ട് വിളിക്കുക എന്നുള്ളതാണ്. നമ്മുടെ അടുത്തുള്ള മിഡ് വൈഫ് ക്ലിനിക്ക് നമുക്കൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ 1177.se എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയാലും നമ്മുടെ അടുത്തുള്ള മിഡ് വൈഫ് ക്ലിനിക്സ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ സ്വീഡിഷിൽ അതിന് പറയുന്ന ബാർൻമോഷ്ക് മൊട്ടാഗ്നിങ് എന്നാണ്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവിടെ വിളിക്കുമ്പോൾ അവർ നമ്മളോടൊരു ചെറിയ ഹിസ്റ്ററി ചോദിക്കും, എന്നിട്ട് നമ്മളെ രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് അവർ നമ്മളോട് പറയും അടുത്ത സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ മീറ്റിംഗ് വിത്ത് മിഡ് വൈഫ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആ ഡിജിറ്റൽ മീറ്റിംഗ് നമുക്ക് 1177.se വഴി ബുക്ക് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് എപ്പോഴും ഒരു ഡിജിറ്റൽ മീറ്റിംഗ് ആയിരിക്കും, അതൊരു ഫിസിക്കൽ മീറ്റിംഗ് അല്ലായിരിക്കും. ആ ഡിജിറ്റൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആ മിഡ് വൈഫ് നമ്മളോട് പറഞ്ഞു തരും, ഫ്രം ദിസ് ഡേറ്റ് ടു ദിസ് ഡേറ്റ് നമ്മുടെ അടുത്തുള്ള മിഡ് വൈഫ് ക്ലിനിക്കിൽ നമ്മളൊരു ഫിസിക്കൽ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യേണ്ടതാണ്. ആ ഡേറ്റ്സിൽ അവിടെ ഒരു അപ്പോയിൻമെൻറ്റ് കാണുന്നില്ലെങ്കിൽ നമുക്ക് നേരിട്ട് ആ മിഡ് വൈഫ് ക്ലിനിക്കിനെ വിളിക്കാം. അവർ നമുക്കൊരു ഡേറ്റ് ഒപ്പിച്ച് തരും. ഈ സെക്കൻഡ് മീറ്റിങ്ങും നമ്മൾ 1177.se വഴിയാണ് ബുക്ക് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ഫിസിക്കൽ മീറ്റിംഗ് വിത്ത് മിഡ് വൈഫ് യൂഷ്വലി ബിറ്റ്വീൻ വീക്സ് 8 to 11 ആയിരിക്കും. ആ മീറ്റിങ്ങിന് ചെല്ലുന്നതിന് മുന്നേ നമ്മളൊരു ഹെൽത്ത് ഡിക്ലറേഷൻ ഫില്ല് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ലിങ്ക് നമുക്ക് ഈ ഫസ്റ്റ് ഡിജിറ്റൽ മീറ്റിങ്ങിൽ ആ മിഡ് വൈഫ് നമുക്ക് അയച്ചു തരും. അപ്പോൾ ഇത് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മുടെ ഫസ്റ്റ് ഫിസിക്കൽ അപ്പോയിൻമെൻറ്റിന് ചെല്ലാൻ. ഈ ഫസ്റ്റ് ഫിസിക്കൽ അപ്പോയിൻമെൻറ്റിൽ അവർ നമ്മളോടൊരു മെഡിക്കൽ ഹിസ്റ്ററിയും, നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസി ആണോ, നമുക്ക് എന്തെങ്കിലും മിസ്കാരേജ് ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടോ, നമ്മുടെ പ്രീവിയസ് ഡെലിവറി എങ്ങനെയായിരുന്നു, സിസേറിയൻ ആയിരുന്നോ, വാജിനൽ ബർത്ത് ആയിരുന്നോ, അങ്ങനത്തെ ഒരു ഹിസ്റ്ററി നമ്മളോട് ചോദിക്കും. പിന്നെ അവരൊരു ബ്ലഡ് ടെസ്റ്റും എടുക്കും. ബ്ലഡ് ടെസ്റ്റ് എന്തെങ്കിലും റെയർ ആൻറ്റിബോഡീസ് നമ്മുടെ ബ്ലഡിലുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ എന്തെങ്കിലും ബാക്ടീരിയൽ സ്ട്രെയിൻ ഉണ്ടോ, അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ബ്ലഡ് ടെസ്റ്റും അവരെടുക്കും. ഈ മീറ്റിങ്ങിൽ നമുക്കൊരു സ്കാനും ഉണ്ടാകത്തില്ല. ഈ ഒരു ഹിസ്റ്ററിയും ബ്ലഡ് ടെസ്റ്റും മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ ഈ മീറ്റിങ്ങിലോട്ട് ചെല്ലുമ്പോൾ ആ മിഡ് വൈഫ് നമ്മുടെ നെക്സ്റ്റ് മീറ്റിംഗ് ബുക്ക് ചെയ്തിട്ടായിരിക്കും നമ്മളെ തിരിച്ചു വിടുന്നത്. ഈ ഫസ്റ്റ് ഫിസിക്കൽ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ് ഒരു അപ്പോയിൻമെൻറ്റും നമ്മളായിട്ട് 1177.seയിൽ പോയി ബുക്ക് ചെയ്യേണ്ട. നമ്മുടെ മിഡ് വൈഫ് തന്നെ അത് ബുക്ക് ചെയ്ത് നമുക്ക് തരും. സ്വീഡനിലെ പ്രഗ്നൻസി ജേർണി വളരെ സ്ട്രക്ചേർഡ് ആണ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാ അപ്പോയിൻമെൻറ്റ്സും പ്രീ ബുക്ക്ഡ് ആയിരിക്കും ബൈ ദ മിഡ് വൈഫ് എക്സെപ്റ്റ് ആ ഫസ്റ്റ് ഫിസിക്കൽ മീറ്റിംഗ്. ഞാനിപ്പോൾ സ്ക്രീനിൽ സ്വീഡനിലെ ഒരു പ്രഗ്നൻസി ടൈം ലൈൻ ഇടാം. ഇവിടെ വീക്ക് 32-ൽ പറയുന്ന ബർത്ത് പ്ലാൻ നമുക്ക് നമ്മുടെ മിഡ് വൈഫുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഡെലിവറി ടൈമിലുള്ള നമ്മുടെ വിഷസ് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് എപ്പിഡ്യൂറൽ എടുക്കണോ വേണ്ടയോ എന്നൊക്കെ. ആൻഡ് ഇവിടെ വീക്ക് 40 ആണ് കംപ്ലീറ്റ് പ്രഗ്നൻസി ടേം. പക്ഷേ ഇവിടെ വീക്ക് 41+5 ഡേയ്സ് വരെ വെയിറ്റ് ചെയ്യും. ഒരു നോർമൽ പ്രഗ്നൻസി ആണെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ അവർ വീക്ക് 41+5 ഡേയ്സ് കഴിഞ്ഞ് എന്തെങ്കിലും ഇൻ്റർവെൻഷൻ ലൈക്ക് ഇൻഡ്യൂസ് ചെയ്യുകയോ വല്ലതും ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ അവർ വീക്ക് 41+5 ഡേയ്സ് വരെ വെയിറ്റ് ചെയ്യും നമുക്ക് നാച്ചുറലി പെയിൻ വന്ന് ഡെലിവറി ചെയ്യാൻ. ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് കാണും നമ്മുടെ മിഡ് വൈഫിൻ്റെ കൂടെ. ബട്ട് ഇൻ ഏർലി പ്രഗ്നൻസി ഫേസ് അതൊരു മേ ബി വൺസ് ഇൻ എ മന്ത് ഒക്കെ ആയിരിക്കും. നമ്മുടെ പ്രഗ്നൻസി പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഫ്രീക്വൻസി വൺസ് ഇൻ 3 വീക്സ്, പിന്നെ എൻഡ് ആകുമ്പോൾ വൺസ് ഇൻ 2 വീക്സിലൊരു അപ്പോയിൻമെൻറ്റ് നമുക്ക് കാണും. പിന്നെ ഈ അപ്പോയിൻമെൻറ്റ്സിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യും, നമ്മുടെ പ്രഷർ ടെസ്റ്റ് ചെയ്യും, നമ്മുടെ വെയിറ്റ് എടുക്കും. അതുപോലെ തന്നെ എനിക്ക് ഇൻഫ്ലുവൻസയ്ക്ക് എഗെൻസ്റ്റ് ആയിട്ട് വാക്സിനേഷൻ കിട്ടിയായിരുന്നു. പക്ഷേ അത് നമ്മളോട് അവർ ചോദിക്കും, നിങ്ങൾക്ക് ഇതെടുക്കാൻ താല്പര്യമുണ്ടോ. നമ്മുടെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം അവർ ആ വാക്സിനേഷൻ നമുക്ക് തരും. പിന്നെ എനിക്ക് അറൗണ്ട് വീക്ക് 26 അവർ ജസ്റ്റേഷണൽ ഡയബറ്റീസിൻ്റെ ടെസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു.
എൻ്റെ ഫുൾ പ്രഗ്നൻസി പീരിയഡ് ഞാൻ ഗോത്തൻബർഗിൽ തന്നെ ആയിരുന്നു. ഞാൻ വീക്ക് 38 വരെ വർക്കിംഗ് ആയിരുന്നു. ഫോർ മീ ദാറ്റ് വാസ് എ ഗുഡ് ഡിസിഷൻ, കാരണം ഇറ്റ് കെപ്റ്റ് മീ ആക്റ്റീവ് ത്രൂ ഔട്ട് മൈ പ്രഗ്നൻസി പീരിയഡ്. ഞാൻ അങ്ങനെ ചുമ്മാ വീട്ടിൽ ഇരുന്ന് ലേസി ആയില്ല. ബട്ട് ജസ്റ്റ് ബിക്കോസ് ഇറ്റ് വർക്ക് ഫോർ മീ ഡസൻ മീൻ ഇറ്റ് ഷുഡ് വർക്ക് ഫോർ യു. ലിസൺ ടു യുവർ ബോഡി ആൻഡ് ഡു വാട്ട് ഫീൽസ് ഗുഡ് ഫോർ യു. ഇപ്പം നിങ്ങൾ ഒത്തിരി ടയർഡാണെങ്കിൽ ഡോണ്ട് ഡു ഇറ്റ്. ഓൾസോ സം ഡേയ്സ് വർ എ ലിറ്റിൽ ഡിഫിക്കൾട്ട്. ചിലപ്പം നമുക്ക് സ്ട്രോങ് ക്രേവിങ്സ് വരും, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഒത്തിരി കൊതി തോന്നും. അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം. കാരണം സ്വീഡനിൽ പുറത്തുനിന്ന് കഴിക്കുന്നത് അത്ര ഫീസിബിൾ അല്ല. ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ് ടു ഈറ്റ് ഫ്രം ഔട്ട്സൈഡ്. അപ്പോൾ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം. ഓൾസോ ചിലപ്പം നല്ല മൂഡ് സ്വിങ്സ് വരും. അപ്പം അറ്റ് ദിസ് പോയിൻറ്റ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ പാർട്ട്നേഴ്സ് ടു ബി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എംപത്തറ്റിക്. അറ്റ് ദ സെയിം ടൈം വി വർ ബ്ലെസ്ഡ് വിത്ത് റിയലി ഗുഡ് ഫ്രണ്ട്സ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് കുക്ക് ചെയ്ത് തന്നു, ഞങ്ങളെ വീട്ടിലോട്ട് വിളിച്ചു, ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വന്നു. അതുപോലെ തന്നെ ഞങ്ങളെപ്പറ്റി കോൺസ്റ്റൻ്റ് ഇൻക്വയറി ചെയ്തുകൊണ്ടിരുന്നു. അതൊക്കെ ഞങ്ങളെ ഒത്തിരി കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട്. നമ്മളൊരു വീക്ക് 36 ആകുമ്പോൾ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കി വെക്കുക. പിന്നെ സ്വീഡനിലെ ഹോസ്പിറ്റൽ ബാഗിൽ ഒത്തിരി സാധനങ്ങളൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടും. അതുകൊണ്ട് ഒത്തിരി ഒന്നും പാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടിയുള്ളവരാണെങ്കിൽ ഹോസ്പിറ്റലിലോട്ടുള്ള റൂട്ട് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക. അത് മിഡ് വൈഫും നമ്മളോട് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് വണ്ടി ഇല്ലെങ്കിൽ ടാക്സി ആപ്പിൽ എങ്ങനെയാണ് ടാക്സി ബുക്ക് ചെയ്യേണ്ടതെന്നും ഒന്ന് പരിചയപ്പെട്ടിരിക്കുക. പിന്നെ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇവിടുത്തെ മിഡ് വൈഫ്സ് ഒക്കെ വളരെ എംപത്തറ്റിക് ആണ്. ആൻഡ് ദേ വിൽ ടേക്ക് കെയർ ഓഫ് യു ഇൻ ദ ബെസ്റ്റ് മാനർ പോസിബിൾ. ട്രസ്റ്റ് യുവർ ബോഡി ആൻഡ് ബിലീവ് ദാറ്റ് യു ക്യാൻ ഡു ദിസ് ആൻഡ് യു വിൽ ഗെറ്റ് ത്രൂ ദിസ് വിത്ത് നോ ഇഷ്യൂസ്. ഞാനൊരു ചെറിയ ഇൻസിഡൻറ്റ് പറയാം. ഞാനൊരു അപ്പോയിൻമെൻറ്റിന് പോയപ്പോൾ ഞാൻ എൻ്റെ മിഡ് വൈഫിനോട് പറഞ്ഞു, എനിക്ക് പെയിനിനെ പറ്റി ഒത്തിരി പേടിയുണ്ട്, ഐ എം റിയലി വറിഡ് അബൌട്ട് ദ പെയിൻ. അപ്പം പുള്ളിക്കാരി ഷീ ജസ്റ്റ് ലുക്ക്ഡ് അറ്റ് മീ ആൻഡ് ഷീ സെഡ്, ഇറ്റ്സ് വെരി നോർമൽ ടു ബി സ്കെയർഡ് ഓഫ് പെയിൻ. ഒരു ജഡ്ജ്മെൻറ്റൽ സ്റ്റേറ്റ്മെൻറ്റ്സും പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പ്രസവിച്ചല്ലേ, എന്തിനാ ഇത്രയും പേടി, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസും ചോദിച്ചില്ല. ഷീ ജസ്റ്റ് ടോൾഡ് മീ ഇറ്റ്സ് വെരി നോർമൽ ടു ബി സ്കെയർഡ് ഓഫ് പെയിൻ ആൻഡ് വി വിൽ ഹെൽപ്പ് യു ഇൻ ദ ബെസ്റ്റ് മാനർ പോസിബിൾ. സോ ഇവിടുത്തെ മിഡ് വൈഫ്സ് എല്ലാം വളരെ എംപത്തറ്റിക് ആണ്. സോ യു ഹാവ് നത്തിങ് ടു വറി അബൌട്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ സ്വീഡനിലെ പ്രഗ്നൻസി ജേർണി. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു.